രാഷ്ട്രീയത്തിൽ ഏകാധിപതിയാകാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നീക്കങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ രാജ്യങ്ങൾക്കെതിരെ പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ട്രംപ്. തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്ത പ്രായമായ മനുഷ്യന്റെ ചില കുത്തിത്തിരിപ്പുകളാണ് ഇത് എന്നാണ് ചിലർ പരിഹാസ രൂപേണ പറയുന്നത്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഷോക്ക് ഏറ്റിരിക്കുകയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ, ഇറാൻ ഉൾപ്പെടെ 75 രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നടപടികൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ നിർണായക നീക്കം. ജനുവരി 21 മുതൽ ഈ നിയന്ത്രണം നിലവിൽ വരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ജനക്ഷേമ പദ്ധതികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിസ അപേക്ഷകരുടെ സാമ്പത്തിക സ്ഥിതിയും അവർ രാജ്യത്തിന് ബാധ്യതയാകുമോ എന്നും പരിശോധിക്കുന്ന പബ്ലിക് ചാർജ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ തീരുമാനം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ, ഇറാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ബ്രസീൽ, നൈജീരിയ, തായ്ലൻഡ് തുടങ്ങിയ 75 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. വിസ നടപടികൾ പുനഃപരിശോധിക്കുന്നതുവരെ ഈ വിലക്ക് അനിശ്ചിത കാലത്തേക്ക് തുടരും. പുതിയ കുടിയേറ്റക്കാർ അമേരിക്കൻ ജനതയുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു. വിദേശ പൗരന്മാർക്ക് ഇമിഗ്രന്റ് വിസകൾ നൽകുന്നത് താൽക്കാലികമായി തടയാൻ കൗൺസിലർ ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ പഴുതുകൾ അടയ്ക്കുന്നതിനും രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ കടുത്ത നടപടിയെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം ഈ തീരുമാനം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ മോഹികളെയും 2026 ഫിഫ ലോകകപ്പ് പോലുള്ള വലിയ കായിക പരിപാടികളെയും ബാധിച്ചേക്കാമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. അതേസമയം കുടിയേറ്റം മുഖ്യ വിഷയമാക്കി പ്രചാരണം നടത്തി വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം ടേമിന്റെ ആദ്യ വർഷത്തിൽ തന്നെ അതിനെ കേന്ദ്ര ബിന്ദുവായി നിലനിർത്തിയിരുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ ഭരണകൂടം കുടിയേറ്റ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അവയുടെ വ്യാപ്തിയിലും അഭൂതപൂർവമായ മാറ്റങ്ങളാണ് വരുത്തിയത്. ഈ മാറ്റങ്ങൾ അമേരിക്കയെ അനധികൃത കുടിയേറ്റക്കാരോട് കൂടുതൽ ശത്രുതയുളവാക്കി മാറ്റി. മാത്രമല്ല, കുടിയേറ്റത്തെയും അവർ താമസിക്കുന്ന എല്ലാ നിയമപരമായ പദവികളിലെയും സമൂഹങ്ങളിലെയും കുടിയേറ്റക്കാരെയും സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നുവെന്നതിലും മാറ്റം വരുത്തി. വ്യക്തികൾ, കുടുംബങ്ങൾ, ജോലി സ്ഥലങ്ങൾ, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വീക്ഷണത്തിലും ആഗോള നിലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വരും വർഷങ്ങളിൽ അനുഭവപ്പെടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വൈറ്റ് ഹൗസിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ചില ശ്രമങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ ഇതുവരെ ഫലിച്ചിട്ടില്ലെങ്കിലും രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യം വയ്ക്കുന്നതിനും അനധികൃത അതിർത്തി വരവ് തടയുന്നതിനും നിയമപരമായി താമസിക്കുന്ന നിരവധി കുടിയേറ്റക്കാരുടെ അവസ്ഥ കൂടുതൽ ദുർബലമാക്കുന്നതിനും അന്താരാഷ്ട്ര യാത്രക്കാരുടെയും സാധ്യതയുള്ള കുടിയേറ്റക്കാരുടെയും നിയമാനുസൃത പ്രവേശനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭരണകൂടം സർക്കാർ സംവിധാനത്തെ നാടകീയമായി പുനർനിർമ്മിച്ചു. ഈ മാറ്റങ്ങൾ ഭാവിയിൽ മാനുഷിക തൊഴിൽ അധിഷ്ഠിത കുടിയേറ്റം കുറയ്ക്കുന്നതിനും US വിദേശ നയത്തിന്റെ പ്രധാന വശങ്ങളെ നയിക്കുന്നതിനും കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.